ഗൈസ് വാട്സ്ആപ്പ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ DTD. നമ്മളിന്ന് തണ്ടർബോൾട്സിൻ്റെ ഫൈനൽ ട്രെയിലർ ബ്രേക്ക് ഡൗൺ ആണ് നോക്കാൻ പോകുന്നത്. നേരത്തെ ട്രെയിലർ ബ്രേക്ക് ഡൗൺ ഒന്നും ചെയ്യുന്നില്ല, കാരണം നാളെയാണ് ഈ സിനിമയുടെ റിലീസ്, മെയ് 1. അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ ട്രെയിലർ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവാണ്. മുഖ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ട്രെയിലറിൽ തന്നെ ഞാൻ പറയാം, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മൂവിനെ കുറിച്ച് അറിഞ്ഞേക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ ട്രെയിലർ ബ്രേക്ക് ഡൗണിലേക്ക് കടക്കാം. ഓപ്പണിംഗ് സീനിൽ തന്നെ എലീന ബെലോവയുടെയും റെഡ് ഗാർഡിയൻ്റെയും കോൺവെർസേഷനാണ് കാണിക്കുന്നത്. അതിനകത്ത് എനിക്ക് ഹീറോ ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരുടെ സിസ്റ്ററിനെ കുറിച്ചും പറയുന്നുണ്ട്. ടാഷയുടെ ഡെത്തിൽ എലീന ബെലോവ സാഡാണ്, അതായത് ഡിപ്രസ്സാണ്. ആ കാര്യം മാത്രം നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ സെൻട്രിനെയാണ്. സെൻട്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ മേലെ ഒരു സൂപ്പർ സോൾജർ സീറോ ഇല്ലേ, അതിനേക്കാൾ 1000 മടങ്ങ് ശക്തിയുള്ളൊരു സൂപ്പർ സോൾജർ സീറോ എടുത്ത് നമ്മുടെ സെൻട്രി കുടിക്കും. അങ്ങനെയാണ് ബോബ് സെൻട്രിയായി മാറുന്നത്. മില്യൻസ് ഓഫ് എക്സ്പ്ലോഡിങ് സണ്ണിൻ്റെ പവർ ഉണ്ടെന്നാണ് പറയുന്നത്. വേണമെങ്കിൽ മാർവലിൻ്റെ തന്നെ ഒരു സൂപ്പർമാൻ എന്ന് വേണമെങ്കിലും നമുക്ക് സെൻട്രീനെ വിളിക്കാൻ പറ്റും. പക്ഷേ സെൻട്രി നല്ലവനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരിതുണ്ട്. സെൻട്രി ഫോം ആകുമ്പോൾ തന്നെ വേറൊരു ക്യാരക്ടർ സെൻട്രിയോടൊപ്പം ഫോം ആയിരുന്നു. അത് വേറെ ആരുമല്ല, വോയിഡ്. അതാണ് നമ്മൾ തണ്ടർബോൾട്സിൽ കാണാൻ പോകുന്നത്. വോയിഡ് എന്ന് പറയുന്നത് കോമിക്സിലൊരു ടൈമിൽ വോയിഡ് പ്രത്യേക ഒരു എൻറ്റിറ്റിയാന്ന് പറയുന്നുണ്ട്. എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഡിപ്രഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ബീങ് ആണ്. ബോബും കുറേ ഡിപ്രഷനൊക്കെ ഫേസ് ചെയ്ത് കാണണം. കാരണം ട്രെയിലറിലാണേലും ബോബ് എപ്പോഴും ഒരു എക്സ്പെരിമെൻ്റ് യൂണിഫോമിലാണ് നമ്മൾ ബോബിനെ കണ്ടിട്ടുള്ളത്. വാല് ബോബിൻ്റെ മേലെ നിറയെ എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിട്ടുണ്ടാവണം. ലാബിൽ ബോബിൻ്റെ മേലെ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അടുത്ത രണ്ടുപേർ ഷാഡോ ആയി നിൽക്കുന്ന ഒരു സീൻ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. ഇതും അത് ലിങ്കായി പോകുന്നുണ്ട്. ഇതിൽ വാല് അവഞ്ചേഴ്സ് ടവർ വാങ്ങിച്ച് അത് സെൻട്രിയുടെ വാച്ച് ടവർ ആക്കുമെന്ന് തോന്നുന്നു. കോമിക്സിൽ നോക്കുവാണെങ്കിൽ സെൻട്രിയുടെ വാച്ച് ടവർ ആയിരുന്നു അവിടെ ആദ്യം ഉണ്ടായിരുന്നത്. സെൻട്രിയുടെ മെമ്മറി റൈസിങ് സ്പെല്ല് കാരണം അവിടെ വാച്ച് ടവർ ഉള്ളതായിട്ട് ആർക്കും കാണില്ലായിരുന്നു. പിന്നെയാണ് അവിടെ അവഞ്ചേഴ്സ് ടവർ വന്നത്. സെൻട്രിയുടെ മെമ്മറി ഇറേസിങ് സ്പെല്ല് പോയപ്പോൾ ആൾക്കാർക്ക് അവഞ്ചേഴ്സ് ടവർ കാണാൻ പറ്റി. ഇവിടെ നേരെ തലയിരിച്ചു പറഞ്ഞു, അത്രേ ഉള്ളൂ. അടുത്ത സീനിൽ മെല്ലിനെയാണ് കാണിക്കുന്നത്. മെല്ലെന്ന് പറഞ്ഞാൽ ഈ മൂവിയിൽ വാലിൻ്റെ അസിസ്റ്റൻ്റാണ്. മെല്ല് ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് അവഞ്ചേഴ്സ് ഇപ്പം ഇല്ല. ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചപ്പോൾ ലോകത്തെ രക്ഷിക്കാൻ അവഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവഞ്ചേഴ്സ് ഇല്ല. MCU നോക്കുവാണെങ്കിലും അവഞ്ചേഴ്സ് ഡിസ്ബാൻഡായിരിക്കുകയാണ്. അതുകൊണ്ടാണ് സെൻട്രീനെ സ്റ്റോപ്പ് ചെയ്യാൻ അവഞ്ചേഴ്സ് വരാത്തത്. പക്ഷേ വാങ്ങും ന്യൂയോർക്ക് സിറ്റിയുടെ അടുത്തുള്ള വിജിലാൻറ്റീസും ഈയിടെയായിട്ട് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒരു ലീക്ക് ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് വാങ് എക്സ്മാൻ യൂണിവേഴ്സിലെ സൈക്ലോപ്സിനോട് സംസാരിക്കുന്ന പോലത്തെ ഒരു ലീക്ക് ബുക്ക്. ഇപ്പോൾ ഈ യൂണിവേഴ്സിലെ ഹീറോസൊക്കെ ഡൂംസ്ഡേയുടെ ഭാഗമായിട്ട് ആ യൂണിവേഴ്സിൽ പോയിട്ടുണ്ടാകും. യെസ് മാത്രമാണ് കേട്ടോ. അടുത്ത സീനിൽ നമ്മുടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അവഞ്ചേഴ്സ് ലോഗോ കാണിക്കുന്നുണ്ട്. യെല്ലോ ആൻഡ് ബ്ലാക്ക് ടീമിൽ സെൻട്രീനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഒരു അവഞ്ചേഴ്സ് ലോഗോ ആണെന്ന് തോന്നുന്നു. നമ്മുടെ വാല് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു അവഞ്ചേഴ്സ് ടീം ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമായിരുന്നു. വാല് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു അവഞ്ചേഴ്സ് ടീം. മിനി ബോയ് സീരീസ് തന്നെ റൺ ചെയ്യാൻ ട്രൈ ചെയ്യായിരുന്നു. പക്ഷേ ഇത് മാർവലാണ്, DC അല്ല. അവഞ്ചേഴ്സ് ഇല്ലെങ്കിൽ എന്താ, സ്വന്തമായിട്ട് ഞാൻ തന്നെ ഒരു ടീം ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ബക്കി ഒരു ടീം ക്രിയേറ്റ് ചെയ്യും. 1 മിനിറ്റ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ബക്കി ഇതിനകത്ത് പൊളിറ്റിക്സിട്ട് ഇറങ്ങുന്നുണ്ട്. സോൾജർ എന്നിട്ട് കുറേ പേരെ കൊന്ന ആളാണ് ബക്കി ഇറങ്ങുന്ന. ഓക്കെ, MCUയിൽ ഇപ്പോൾ വേറെ ഒരാൾ മേയറായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ ഫിസ്ക്, നമ്മുടെ കിങ് പിൻ മേയറായിട്ട് ഗ്ലാഡോൾ ബോണഗെയിനിൽ വന്നിട്ടുണ്ട്. MCUയിൽ എന്താ നടക്കുന്നതെന്ന് അറിയില്ല. വില്ലൻസിനൊക്കെ പിടിച്ച് പൊളിറ്റിക്സ് ഇട്ട് ഇടുവാണ്. ഇത് വേറെ വല്ല ലീഡപ്പായിട്ടും വരാം. ചിലപ്പോൾ അടുത്തത് നമ്മുടെ ഹൾക്കായിരിക്കും പൊളിറ്റിക്സ് ആയിട്ട് ഇറങ്ങുന്നത്. ചാൻസ് ഇല്ലാണ്ടില്ല, ഭാവിയിൽ ഹൾക്കും പൊളിറ്റിക്സ് ആയിട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് തിരിച്ച് കണ്ടന്റ് ഇട്ട് വരാം. എങ്ങനെയാണ് നമ്മുടെ ബക്കി തണ്ടർബോൾട്സ് ടീം ക്രിയേറ്റ് ചെയ്യുന്നത്? പിന്നെ ബെലോവ പറയും, നീ റോങ് പേഴ്സൺസിനെ ചൂസ് ചെയ്തതെന്ന്, കാരണം ഞങ്ങളെല്ലാവരും ബാഡ് തിങ്സ് ചെയ്തിട്ടുണ്ടെന്ന്. ബക്കി പറയും, പാസ്റ്റിനെ ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല, അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന്. ഇതൊന്നും ഇതെല്ലാ ടീം മെമ്പേഴ്സിനും ആപ്റ്റ് ആവുന്നു. വൺസ് അപ്പോൺ എ ടൈം ദേ ആർ ഓൾ വില്ലൻസ്. ഫസ്റ്റ് സീനിൽ എലീന ബെലോവ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ ചാടുന്ന പോലെയാണ് കാണിക്കുന്നത്. ഇതൊരു റിയൽ സ്റ്റണ്ടാണ്. ബെലോവ മൊത്തമായിട്ട് ആ ബിൽഡിങ്ങിൽ ചാടി പാരാഗ്ലൈഡിങ് ചെയ്ത് ലാൻഡൊന്നും ചെയ്യുന്നില്ല, ചാടുന്നു മാത്രമേ ഉള്ളൂ. വേറെ പ്രൊഫഷണലിനെ കൊണ്ട് പാരാഗ്ലൈഡ് ചെയ്യിപ്പിക്കുന്നത്. ഏഷ്യയിലെ 2nd ഹയസ്റ്റ് ബിൽഡിംഗ് എന്നാണ് തോന്നുന്നു പാരാഗ്ലൈഡ് ചെയ്ത് ചാടുന്നത്. ഇപ്പോൾ ഓസ്കാറിൽ 2028 ഈ സ്റ്റണ്ടിന് തന്നെ ഒരു യൂണിറ്റ് കൊണ്ടുവരുന്നുണ്ട്. അതിനും കൂടി ജയിക്കാൻ വേണ്ടിയാണ് മാർവൽ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീൻ നമ്മുടെ വോയിഡിൻ്റെ ഫുൾ ലുക്ക് കാണിക്കുന്നുണ്ട്. പിച്ച് ബ്ലാക്കാണ് ഫുൾ ബോഡി, കണ്ണിൻ്റെ അവിടെ മാത്രം ചെറുതായിട്ട് തിളങ്ങുന്നുണ്ട്. പിന്നത്തെ സീനിൽ നമ്മുടെ വാല് ഷോക്കായിട്ടുള്ള പോലെ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫസ്റ്റ് ട്രെയിലറിൽ ഒരു ഫയൽ എടുക്കുമ്പോൾ അതിനകത്തൊരു ഫോട്ടോ ഉണ്ട്. അതിനകത്ത് തന്നെ നമ്മുടെ
വോയിഡിനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ എക്സ്പ്ലെയിൻ ഈ പുള്ളിക്കാരിയൊന്നും അറിയാൻ നടക്കില്ലല്ലോ. ഇന്നത്തെ സീനിൽ സെൻട്രി തൻ്റെ പവറൊന്ന് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. എക്സ്പ്രസ് ചെയ്യുന്ന മാത്രമാണ്. പിന്നെ നമ്മുടെ വോയിഡ് ന്യൂയോർക്ക് സിറ്റി ഫുള്ള് ഷാഡോയുടെ ഉള്ളിലാക്കുന്നുണ്ട്. ഇപ്പായിരുന്നു യെലീന ബെലോവിനെ റെഡ് ഗാർഡിയനാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഈ ടീമിൽ വി ആർ തണ്ടർ ബോൾസ് എന്ന് വിശ്വസിച്ചതും ആവാൻ ആഗ്രഹിച്ചതും റെഡ് ഗാർഡിയനാണ്. സ്ട്രീറ്റിലൊരു കൊച്ചിനെ രക്ഷിക്കുന്നുമുണ്ട് റെഡ് ഗാർഡിയൻ. പിന്നെ ടീമിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ആൻറ്റി ഹീറോസ് ആയിരുന്നു, നേരത്തെ വില്ലൻസ് ആയിരുന്നെങ്കിലും സാധാ പീപ്പിൾസിൻ്റെ ലൈഫിനെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സെൻട്രിനെ തോൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും സാധാ പീപ്പിൾസിനെ രക്ഷിക്കണം എന്ന് അവർക്കുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ മൂവിയുടെ മേലെ ഇത്ര ഹൈപ്പുള്ളതും ഈ മൂവി കാണുന്നൊരു ഇൻട്രസ്റ്റൊക്കെ എനിക്ക് വരാൻ കാരണം. പിന്നെ വോയിഡ് കാരണം ഷാഡോൻ്റെ ഉള്ളിൽ പോയ പീപ്പിൾസിനെ തണ്ടർ ബോൾസ് ചുമ്മാ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അവരെ നമ്മുടെ തണ്ടർ ബോൾസ് ഷാഡോയുടെ ഉള്ളിൽ പോയി തന്നെ രക്ഷിക്കും. ഇതിൻ്റെ ഉള്ളിൽ ഷാഡോയുടെ ഉള്ളിൽ അവർ നേരത്തെ ഫേസ് ചെയ്ത ഡിപ്രഷൻസും അവരുടെ സാഡ് മൂമെൻറ്റ്സും ഒക്കെ ആയിരിക്കും ഈ വോയിഡിൻ്റെ ഷാഡോയുടെ ഉള്ളിൽ അവർ ഫേസ് ചെയ്യാൻ പോകുന്നത്. വേറെ ചില റൂമറുണ്ട്, അതായത് ഈ തണ്ടർ ബോൾസിൽ സീരീസിലെ സ്ക്വാഡിൽ നിന്ന് നമ്മുടെ ടാസ്ക് മാസ്റ്റർ മരിക്കുന്നു. എനിക്കും അതാണ് തോന്നുന്നത്. 6 സ്റ്റാർ ഉണ്ടായിരുന്ന തണ്ടർ ബോൾസ് ഇപ്പോൾ 5 സ്റ്റാർ ഉള്ളൂ. അതായത് 5 സൈഡ്സ് ഉള്ളൂ, 5 മെമ്പേഴ്സ് ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.